നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ ഒരു ABVP പ്രവർത്തകനും 3 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. കോളേജിൽ സ്ഥാപിച്ച ഫ്ലെക്സ് മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശിയായ എലിക്കാടൻ പറമ്പിൽ ദിൽജിത്തിനെയാണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. വെളിയങ്കോട് പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. 2 പതിറ്റാണ്ടോളമായി പൂർണ്ണ യാഥാർത്ഥ്യമാവാതെ വെളിയങ്കോട് ശ്മശാനം വാതക ശ്മശാനമായി ആധുനീകരിക്കാൻ രാജ്യസഭാ MP PP സുനീറിന്റെ പ്രാദേശിക ഫണ്ട് വകയിരുത്തി. വാർത്തകൾ വിശദമായി. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ ഒരു ABVP പ്രവർത്തകനും 3 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. ക്യാമ്പസ് അങ്കണത്തിൽ വെച്ച ഫ്ലക്സിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുന്ന രീതിയിലാണ് SFI പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതെന്ന് ABVP ആരോപിക്കുന്നു. എന്നാൽ ബോധപൂർവം സംഘർഷമുണ്ടാക്കുന്ന സമീപനമാണ് ABVPയുടേത് എന്ന് SFIയും കുറ്റപ്പെടുത്തി. ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട ABVP വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് രേഖാമൂലം പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട BJP നേതൃത്വം കുന്നംകുളം പോലീസിലും പരാതി നൽകി. എന്നാൽ കോളേജ് അധികൃതരുടെയോ പോലീസിന്റെയോ ഭാഗത്തുനിന്ന് ബോർഡ് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും തുടർന്ന് തങ്ങൾ തന്നെ ഫ്ലക്സ് ബോർഡ് പൊളിച്ചുമാറ്റിയെന്ന് ABVP പറയുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലും സംഘട്ടനത്തിലും കലാശിച്ചത്. ABVP പ്രവർത്തകനായ അഞ്ഞൂർകുന്ന തലക്കാട്ട് ദിലീപിന്റെ മകൻ ദേവജിത്തിനും SFI പ്രവർത്തകരായ ശ്രീഹരി, നന്ദൻ, ശ്രീകുട്ടൻ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. കണ്ണിന് പരിക്കേറ്റ ABVP പ്രവർത്തകൻ ദേവജിത്തിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജ് ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് SFI പ്രവർത്തിക്കുന്നതെന്ന് ABVP ആരോപിച്ചു. ക്യാമ്പസിനുള്ളിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ SFI തയ്യാറാകണമെന്നും ABVP നേതൃത്വം ആവശ്യപ്പെട്ടു. ABVP നേതാവും 3ാം വർഷ വിദ്യാർത്ഥിയുമായ ദേവജിത്തിന്റെ നേതൃത്വത്തിലാണ് മർദ്ദനം നടന്നതെന്ന് SFI ആരോപിച്ചു. സംഭവത്തിൽ SFI കുന്നംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന നടപടികളിൽ നിന്ന് ABVP പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് യുവതിയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. പുല്ലഴി ഒളരിക്കര സ്വദേശിയായ പുതുശ്ശേരി വീട്ടിൽ PS സുബിന്നയാണ് വിയൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 2024 ഓഗസ്റ്റ് മുതലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി യുവതിയെ ഫോൺ മുഖേന പരിചയപ്പെട്ട് തനിക്ക് ക്ഷേത്രമുണ്ടെന്നും പൂജയിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി പീഡിപ്പിക്കുകയും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. ഇക്കാര്യത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിൽ ബാംഗ്ലൂരിലെത്തിയ അന്വേഷണ സംഘം പ്രതി ആർമിയിലെ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി ബാംഗ്ലൂരിലെ ക്യാമ്പിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്ത് നാട്ടിൽ എത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ KM മഹേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ AV സജീവ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ഭദ്രൻ, അനുപമ എന്നിവരും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശിയായ എലിക്കാടൻ പറമ്പിൽ ദിൽജിത്തിനെയാണ് പിടിയിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബീവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് കവർച്ച നടന്നത്. പകൽ സമയത്ത് വീട്ടിലേക്ക് കയറിയ മോഷ്ടാവ് കട്ടിലിൽ കിടക്കുകയായിരുന്ന ബീവാത്തുവിന്റെ കഴുത്തിൽ പിടിച്ച് മാല ഊരിയെടുക്കുകയായിരുന്നു. കയ്യിലെ മോതിരവും ഊരിയെടുക്കാൻ ശ്രമിച്ചു. പിടിവലിയിൽ മോഷ്ടാവ് ബീവാത്തുവിന്റെ കൈ പിടിച്ച് തിരിച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. മകൻ മരിച്ചതിനുശേഷം ഇവർ തനിച്ചാണ് താമസിക്കുന്നത്. പ്രദേശത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ദിവസങ്ങൾക്കുള്ളിൽ പിടിയിലായത്. പ്രതിയെ സംഭവസ്ഥലത്തും പ്രതിയുടെ വീട്ടിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. സ്വർണം എരുമപ്പെട്ടിയിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പുതിയതാക്കി മാറ്റിയെടുത്ത് പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് പണയപ്പെടുത്തി പണമാക്കി മാറ്റിയെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി.
പ്രതിയെ ഈ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയും തെളിവെടുപ്പ് നടത്തി. തൃശൂർ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളം ACP N മുരളീധരന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാറാണ് അന്വേഷണം നടത്തിയത്. SI ആന്റോ ഫ്രാൻസിസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി ജോസഫ്, K കൃഷ്ണപ്രസാദ്, റെജിൻ സി രാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PT സൈമൺ, PJ നിജോൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അകലാട് ദേശീയപാതയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. പെരുമ്പടപ്പ് പുത്തൻപള്ളി സ്വദേശി വിളക്കേരി ഷാഫി, ഭാര്യ താഹിറ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ ഒറ്റേനിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കുപറ്റിയ ഇരുവരെയും അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെളിയങ്കോട് പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. 2 പതിറ്റാണ്ടോളമായി പൂർണ്ണ യാഥാർത്ഥ്യമാവാത്ത വെളിയങ്കോട് ശ്മശാനം വാതക ശ്മശാനമായി ആധുനീകരിക്കാൻ രാജ്യസഭാ MP PP സുനീറിന്റെ പ്രാദേശിക ഫണ്ട് വകയിരുത്തി. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഭ്യർത്ഥനയും പ്രദേശത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യവും എന്ന നിലയ്ക്കാണ് MP 40 ലക്ഷത്തോളം രൂപ ഈ ആവശ്യത്തിലേക്ക് വകയിരുത്തി വെളിയങ്കോടിന്റെ ചിരകാല അഭിലാഷത്തിന് പിന്തുണ നൽകുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് MP വെളിയങ്കോട് ശ്മശാനം സന്ദർശിച്ചു. ഈ സാമ്പത്തിക വർഷം തന്നെ ശ്മശാനം ആധുനീകരിച്ച് പ്രവർത്തന സജ്ജമാക്കാൻ എല്ലാവിധ ആസൂത്രണവും നടത്തുമെന്ന് PP സുനീർ അറിയിച്ചു. പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയത്തിൽ ഫണ്ട് അനുവദിച്ചതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ നന്ദി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലൂണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ P പ്രിയ, നൌഫൽ പൂക്കൈത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ AK സുബൈർ, മായ മനോജ്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ റിയാസ് പഴഞ്ഞി, മജീദ് പാടിയോടത്ത്, മണി തമ്പാത്ത്, നിശാന ഷെരീഫ്, മഹേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സമീപ പഞ്ചായത്തുകളിൽ സമാനമായ രീതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി നമ്മുടെ ഈ പഞ്ചായത്തിലും കൊണ്ടുവരുന്നതിന് വേണ്ടി MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനാവശ്യമായ തുക എത്രയാണോ അത്രയും പണം അനുവദിച്ചുകൊണ്ട് സമയബന്ധിതമായി തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇതിന്റെ എസ്റ്റിമേറ്റ് പഞ്ചായത്ത് കൈമാറിയാൽ ഉടനെ തന്നെ 2-3 ദിവസത്തിനകം ഫണ്ട് പാസ്സാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുന്നയൂർ എടക്കരയിൽ അജ്ഞാത കാർ ഇടിച്ച് സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. വെസ്റ്റ് ബംഗാൾ സ്വദേശി പ്രദീപിനാണ് പരിക്കുപറ്റിയത്. പുന്നയൂർ പഞ്ചായത്ത് എടക്കര ജുമാ മസ്ജിദിന് മുന്നിലായിരുന്നു അപകടം. ഇടിച്ച കാർ നിർത്താതെ പോയി. അപകടത്തിൽ പരിക്കുപറ്റിയ സൈക്കിൾ യാത്രികനെ അകലാട് മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് രാജ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മൊഴി പബ്ലിക്കേഷൻസിന്റെ കതിർ പുരസ്കാരത്തിന് എഴുത്തുകാരൻ തുളസിദാസ് കോട്ടപ്പടിയെ തെരഞ്ഞെടുത്തതായി സംഘാടകർ ഗുരുവായൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുളസിദാസിന്റെ നീലക്കണ്ണുള്ള പാവക്കുട്ടി എന്ന ചെറുകഥാ സമാഹാരമാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. ഡോക്ടർ K ശ്രീകുമാർ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് അവസാന വാരം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഗുരുവായൂർ കൃഷ്ണൻകുട്ടി, ബാബു കാരാട്ട്, അബ്ദുൽ ഖാദർ കൈനിക്കര, ജബ്ബാർ മതിലകം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മൂർ ദിനാചരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. ഫൊറോന ദേവാലയത്തിൽ നടന്ന ചടങ്ങ് കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ മേരി റെജീന ഉദ്ഘാടനം ചെയ്തു. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിരവധി മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോ യുവജനങ്ങൾക്കും സാധിക്കുന്നുവെന്നും അങ്ങനെ വിശുദ്ധ തോമസ് മൂറിനെ പോലെ ധീര രക്തസാക്ഷിയാവാൻ ഓരോ യുവജനങ്ങൾക്കും സാധിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ, KCYM മറ്റം യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് ജോസ് K, സംസ്ഥാന സെനറ്റ് മെമ്പർ റോസ്മിൻ പോൾ, മറ്റം ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ്, യൂണിറ്റ് സെക്രട്ടറി ഐജിൻ ജോയ്, എസ്തർ ജോസ് എന്നിവർ സംസാരിച്ചു. മാർപ്പാപ്പയുടെ പ്രത്യേക ബഹുമതിയായ ദാമ ബഹുമതി ലഭിച്ച ഡോക്ടർ മേരി റെജീനയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂടാതെ തൃശൂർ അതിരൂപത ACC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ AJ അവീന മരിയ, 12ാം ക്ലാസ് പരീക്ഷയിൽ 10ാം റാങ്ക് നേടിയ CJ അലീന, SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ KCYM അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. KCYM സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന അംഗങ്ങളെ ഹാരം അണിയിച്ച് സ്വീകരിച്ചു. പരിപാടികൾക്ക് KCYM ഭാരവാഹികളായ ആഗ്നൽ ആന്റണി, ജെറിൻ ജെയ്സൺ, ആൽബിൻ ജോസ്, വോൾഗ ഡേവിസ്, സ്നേഹ ഷാജു എന്നിവർ നേതൃത്വം നൽകി.
പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 5ാമത് സാന്ത്വന സ്പർശം അവാർഡ് പ്രശസ്ത സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ ഡേവിസ് ചിറമലിന് സമ്മാനിച്ചു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് കുന്നംകുളം അയ്യംപറമ്പ് ബഥേൽക്കുന്നിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഫാദർ ഡേവിസ് ചിറമലിന് നൽകി ആദരിച്ചു. സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം MLA AC മൊയ്തീൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വാർഡ് മെമ്പർ തുഷാര സുബീഷ്, OCYM കേന്ദ്ര സെക്രട്ടറി ഫാദർ വിജു ഏലിയാസ്, മറിയം ഉമ്മൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാര വിതരണം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് മാധ്യമ പുരസ്കാര വിതരണമാണ് ജൂലൈ 24 വെള്ളിയാഴ്ച നടക്കുക. രാവിലെ 11-ന് കുന്നംകുളം വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങ് സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അംഗങ്ങളുടെ ID കാർഡ് വിതരണം നടത്തും. സംസ്ഥാന എക്സൈസ് വകുപ്പുമായി കൈകോർത്ത് പ്രസ് ക്ലബ് നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ നിർവഹിക്കും. അച്ചടി മാധ്യമരംഗത്ത് തൃശൂർ മാതൃഭൂമി റിപ്പോർട്ടർ അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമരംഗത്ത് കണ്ണൂർ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ഇരുവർക്കും മന്ത്രി OJ ജനീഷ് 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ ജില്ലയിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അക്ഷേകയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയില്ലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം. ചടങ്ങിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ PS ടോണി എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം പ്രസ് ക്ലബ്ബ് 21ാമത് മാധ്യമ പുരസ്കാര സമർപ്പണത്തിൻ്റെയും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെയും ഉദ്ഘാടനം ജൂലൈ 24 രാവിലെ 11-ന് കുന്നംകുളം വ്യാപാര ഭവൻ ഹാളിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ നിർവഹിക്കും. പ്രസ് ക്ലബിൻ്റെ 21ാമത് മാധ്യമ പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കുന്നംകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ സ്കൂളിൽ നവീകരിച്ച സ്പീച്ച് തെറാപ്പി യൂണിറ്റിന്റെയും ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റിന്റെയും ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ, പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിറ്റുകൾ നവീകരിച്ചിരിക്കുന്നത്. ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ആനന്ദൻ, ലബീബ് ഹസൻ, ഡോക്ടർ ജോഷി തോമസ്, THFI സെക്രട്ടറി ഡോക്ടർ ജേക്കബ് വർഗീസ്, ഡോക്ടർ ടീന ജേക്കബ്, ലില്ലി ജേക്കബ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം മണപ്പുറം ഫൗണ്ടേഷൻ ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന് ഒരു ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടർ നൽകി. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് VD ഷിനിത, മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡ് ജനറൽ മാനേജർ P സുരേഷ് എന്നിവർ സംബന്ധിച്ചു. ബാലസഹായ സമിതി സെക്രട്ടറി ഗിൽബർട്ട് പാറമേൽ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൾ NJ ലിസി നന്ദിയും പറഞ്ഞു. കടപ്പുറം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സുഹൃതം പാലിയേറ്റീവ് സാന്ത്വന പരിചരണ പദ്ധതിക്ക് തുടക്കമായി. ഡോക്ടർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് രാമി, ദിലീപ് അമ്പലപ്പറമ്പിൽ, വാസു വാടാനപ്പള്ളി, രവി വടക്കൂട്ട് എന്നിവർ സംസാരിച്ചു. മനോജ് ആച്ചി, സുജിത വിനോദ്, ഷാജി വട്ടേക്കാട്, തുളസി, ബീന തുടങ്ങിയവർ നേതൃത്വം നൽകി. VP പ്രദീപ് ആവശ്യമായ മെഡിക്കൽ കിറ്റുകൾ സേവാഭാരതിക്ക് നൽകി. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അതിക്രമത്തിനും ജനാധിപത്യ ധ്വംസനത്തിനും എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്.
കുന്നംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, നേതാക്കളായ നെൽസൺ ഐപ്പ്, KS രാധാകൃഷ്ണൻ, രമേശ് ചൊവ്വന്നൂർ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, റോഷിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജയൻ മാസ്റ്റർ പള്ളിക്കര, റെജി മാസ്റ്റർ, ബിജു അടുപ്പുട്ടി, അശോകൻ, പ്രവീൺ അക്കിക്കാവ്, രാജൻ അണേടത്ത്, ജോബി കാണിപ്പയൂർ, ലതീഷ് KB, EA രാജു, തമ്പി കുന്നംകുളം, നൌഷാദ് തുടങ്ങിയവരും പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. കേച്ചേരി സെന്ററിൽ നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ അധ്യക്ഷനായി. ആന്റോ പോൾ, MM ഷംസുദ്ദീൻ, TO സെബി എന്നിവർ സംസാരിച്ചു. ഡൊമിനിക് ഫ്രാൻസിസ്, PN സുന്ദരൻ, CT ജെയിംസ്, സജിത് കുമാർ, ചന്ദ്രാധരൻ, MG രാധാകൃഷ്ണൻ, MR ജോയ്, ഷക്കീർ, UV ജമാൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നേതാക്കളായ KM ഷിഹാബ്, അക്ബർ ചേറ്റുവ, KB വിജു, ഋഷി ലാസർ, PK കബീർ, ഷാജി കല്ലിങ്ങൽ, V മുഹമ്മദ് ഗൈസ്, ആസിഫ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി MA ഉസ്മാൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, AU മനാഫ്, AV ബിജു, നജീബ് കൊമ്പത്തയിൽ, സുനിൽകുമാർ, അമൃത ഷിജു, MM സിറാജ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK ദേവദാസ്, മുൻ മണ്ഡലം പ്രസിഡന്റ് KK ഫൈസൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നിഷ രേഖത്ത്, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ മനീഷ് MM, നാസർ കല്ലായി, K വാസുദേവൻ, മുഹമ്മദ് അലി, രാജു വടക്കത്ത്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി CK സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹക്കീം MH, KSU മണ്ഡലം പ്രസിഡന്റ് ഷാദുലി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. R രവികുമാർ, OKR മണികണ്ഠൻ, KP ഉദയൻ, ബാലൻ വാർനാട്ട്, KPA റഷീദ്, പ്രതീഷ് ഓടാട്ട്, ശശി വാർനാട്ട്, സ്റ്റീഫൻ ജോസ്, VS നവനീത്, VK സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ മേഖലകളിൽ അണ്ടത്തോടും മന്നലാങ്കുന്നും പ്രതിഷേധ പ്രകടനം നടത്തി. അണ്ടത്തോട് നടന്ന പ്രകടനം വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷാഹിദ് കോപ്പര ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി CU മുസ്തഫ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറിമാരായ ഗണേശൻ പെരിയമ്പലം, അൻവർ അസൈനരകത്ത്, സക്കീർ ഹുസൈൻ KCM എന്നിവർ സംസാരിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി. മന്നലാങ്കുന്നിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് KK ഷുക്കൂറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഹസൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഷ് മുനീർ, വൈസ് പ്രസിഡന്റ് പ്രജോഷ് പ്രതാപൻ, ഭാരവാഹികളായ മുജീബ് അഗലാട്, സഞ്ജിത് നിവാസ് കിഴക്കൂട്ട്, യൂസുഫ് തണ്ണിത്തുറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ചമ്മന്നൂരിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, സലിൽ അറക്കൽ, IP അബ്ദുൾ റസാഖ്, KV കുഞ്ഞുമൊയ്തു, അയ്യൂബ് അറക്കൽ, ഷാഫി കുന്നത്തുവളപ്പിൽ, ഷെഫീഖ് ഹുസൈൻ, ഖാദർ ഇരണ്ടക്കാട്ടയിൽ, അസീസ് റഷീദ്, ഫൈസൽ തെക്കേലവളപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്കർ അറക്കൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് റഹീസ്, ഷെജീർ പതിയാനവളപ്പിൽ, വാപ്പു വലിയകത്ത്, ബാബുമോൻ കോട്ടത്തയിൽ, ശിവദാസൻ, സുഹൈൽ പണിക്കവീട്ടൽ, റഹീസ് മാഞ്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഗവേണിംഗ് ബോഡി യോഗം ചേർന്നു. ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. അടുത്ത 3 വർഷ കാലയളവിലേക്ക് സെക്രട്ടറിയായി KP സാക്സനെയും ട്രഷററായി മോൺസി P അബ്രഹാമിനെയും യോഗം തെരഞ്ഞെടുത്തു. ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ജിന്നി കുരുവിള, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി TI ഉല്ലാസ്, പ്രൊഫസർ CC ഉട്ടൂപ്പ്, PV ബിനോയ്, ഐസക് പാപ്പച്ചൻ, PV സാംസൺ, PI തോമസ്, KJ ബെന്നി, CV പോൾ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു.
NSS ചെമ്മണ്ണൂർ പൊർക്കളേങ്ങാട് 15ാമത് വാർഷിക സമ്മേളനം താലൂക്ക് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെ സത്യനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സത്യനാഥൻ, വൈസ് പ്രസിഡന്റ് ലീല മോഹൻ, സെക്രട്ടറി ഗിരിജൻ പി, ജോയിന്റ് സെക്രട്ടറി വിജയൻ വി തുടങ്ങി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. അറിയിപ്പ്: കടങ്ങോട് പഞ്ചായത്ത് വെള്ളറക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം: ചാലിശ്ശേരി കുന്നത്തേരിയിൽ താമസിക്കുന്ന പരേതനായ ചെറുവത്തൂർ സൈമൺ മകൻ ബേബി നിര്യാതനായി. 74 വയസ്സായിരുന്നു. BSNL റിട്ടയർഡ് എഞ്ചിനീയറായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. PWD റിട്ടയർഡ് UD ക്ലർക്ക് ഗ്രേസിയാണ് ഭാര്യ. ബിനോജ്, ബിൻസി എന്നിവർ മക്കളാണ്. കുന്നംകുളം കീഴൂർ ഏറത്ത് ചന്ദ്രൻ നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ബീനയാണ് ഭാര്യ. ജിബിൻ, ജീനി എന്നിവർ മക്കളാണ്. വേലൂർ കടങ്ങോട് മഠം ശ്രീരാഗം വീട്ടിൽ സരോജിനി അമ്മാൾ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സംഭവത്തിൽ ഒരു ABVP പ്രവർത്തകനും 3 SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. കോളേജിൽ സ്ഥാപിച്ച ഫ്ലെക്സ് മാറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘട്ടനത്തിൽ കലാശിച്ചത്. എരുമപ്പെട്ടിയിൽ തനിച്ച് താമസിക്കുന്ന 80-കാരിയുടെ സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി സ്വദേശിയായ എലിക്കോടൻ പറമ്പിൽ ദിൽജിത്തിനെയാണ് അറസ്റ്റിലായത്. കരിയന്നൂർ അണ്ടേക്കാട്ട് പീടികയിൽ ബിവാത്തുവിന്റെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് യുവാവ് കവർന്നത്. വെളിയങ്കോട് പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. 2 പതിറ്റാണ്ടോളമായി പൂർണ്ണ യാഥാർത്ഥ്യമാവാതെ വെളിയങ്കോട് ശ്മശാനം വാതക ശ്മശാനമായി ആധുനീകരിക്കാൻ രാജ്യസഭാ MP PP സുനീറിന്റെ പ്രാദേശിക ഫണ്ട് വകയിരുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.